ഒരു എലമെൻറ്റ് പല ഐസോടോപ്പുകളുടെ രൂപത്തിലാണ് പ്രപഞ്ചത്തിൽ കാണുന്നത്. ചില ഐസോടോപ്പുകളൊക്കെ വളരെ സ്റ്റേബിളാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് അവയെ കൂടുതലായിട്ട് കാണാൻ സാധിക്കും. ചിലതൊക്കെ താരതമ്യേന കുറവാണ്. ഒരു എലമെൻറ്റിൻ്റെ ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ അതിലെല്ലാം അടങ്ങിയിരിക്കുന്ന പ്രോട്ടോണിൻ്റെ അളവ് തുല്യമായിരിക്കും, പക്ഷേ ന്യൂട്രോണിൻ്റെ അളവ് കുറവായിരിക്കും. ന്യൂട്രോൺ മാറിയതുകൊണ്ട് ആ എലമെൻ്റ് അല്ലാതെയായി മാറില്ല. ഉദാഹരണത്തിന് ഹൈഡ്രജൻ എന്ന ഒരു എലമെൻറ്റിനെ എടുക്കാം. ഹൈഡ്രജനിൽ ഒരു പ്രോട്ടോൺ ഉണ്ട്. ആ പ്രോട്ടോൺ ഒന്നിലധികമായി കഴിഞ്ഞാൽ അത് പിന്നെ ഹൈഡ്രജൻ അല്ല. ഹൈഡ്രജന് എല്ലായ്പ്പോഴും ഒരു പ്രോട്ടോൺ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. പക്ഷേ അതിലടങ്ങിയിരിക്കുന്ന ന്യൂട്രോൺസ് മാറാം. അതിൽ ന്യൂട്രോൺ ഒന്നുമില്ലെന്ന് കരുതുക, ആകെ ഒരു പ്രോട്ടോൺ മാത്രമേ അതിൻ്റെ ന്യൂക്ലിയയിലുള്ളൂ. അതാണ് പ്രോട്ടിയം. ഹൈഡ്രജൻ ആറ്റത്തിൽ ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും ഉണ്ടെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അത് ഹൈഡ്രജൻ്റെ മറ്റൊരു ഐസോടോപ്പാണ്. അതിൻ്റെ പേരാണ് ഡ്യൂറ്റീരിയം. ഹൈഡ്രജൻ ആറ്റത്തിൽ ഒരു പ്രോട്ടോണും 2 ന്യൂട്രോണും ഉണ്ടെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അത് ട്രിഷ്യം എന്ന ഹൈഡ്രജൻ്റെ മറ്റൊരു ഐസോടോപ്പാണ്. പല